ഇന്ന് ഞാൻ പറയുന്നത് എളുപ്പത്തിൽ തുടങ്ങി നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. ഇത് നമുക്കെല്ലാം അറിയാവുന്ന ബിസിനസ് തന്നെയാണ് പെയിൻറ്റ് വർക്ക്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കും നമ്മുടേതായിട്ടുള്ളൊരു ടീം ഉണ്ടാക്കി വർക്ക് പിടിച്ച് ഇത് ഈ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യണം. അതായത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് അത് നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പുതിയ പുതിയ വർക്കുകൾ കിട്ടുകയും ചെയ്യും. ഒത്തിരി കഷ്ടപ്പാടില്ലാണ്ട് തന്നെ നല്ലൊരു വരുമാനം കിട്ടുന്നൊരു ബിസിനസ്സാണ് പെയിൻറ്റിങ്ങിൻ്റെ. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ പെയിൻറ്റ് ചെയ്യുന്ന പല പല ഏരിയകളുണ്ട്. അതായത് പുതിയ വീടുകൾ, അതുകൊണ്ട് തന്നെ പഴയ വീടുകളുടെ റിനോവേഷനുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ ഹൈറൈസ് ബിൽഡിങ്ങുകൾ, ഹോസ്പിറ്റൽസ്, സ്കൂള്, ചർച്ച്, അങ്ങനെ പല ഏരിയകളിൽ പെയിൻറ്റിംഗ് ഉണ്ട്. ഇത് എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കലായിട്ടാണെങ്കിലും നമ്മുടെ കുറേ ഏരിയകൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടെങ്കിലും എപ്പോഴും നമുക്ക് വർക്ക് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ മെയിനായിട്ടുള്ളൊരു ഡൗട്ടാവും, നമുക്ക് എങ്ങനെ വർക്ക് കിട്ടും, വർക്ക് ചെയ്യുന്നതല്ല വർക്ക് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യത്തിൽ പലർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ ഇതിലാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു നല്ലൊരു ടീമിനെ ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ കണ്ടെത്തുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ. അതായത് ചിലർ പെയിൻറ്റ് ചെയ്തുമ്പോൾ അത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവിടെ ഇവിടെ എല്ലാം ഒന്നും ശരിയാവില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കണ്ടുപിടിക്കുക. അത് ഇപ്പോൾ നമ്മുടെ നാട്ടുകാരാവും, അല്ലെങ്കിൽ അന്യദേശ ആൾക്കാരാവും, ആര് വേണമെങ്കിലും ആവും. ഓക്കെ, അതുകൊണ്ട് അതിന് കറക്റ്റായിട്ടുള്ള എക്യുപ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. അതിപ്പോൾ റോളർ ബ്രഷ് ആയിക്കോട്ടെ, അല്ലാതെ നോർമലായിട്ടുള്ള ബ്രഷുകളായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് കറക്റ്റായിട്ടായിരിക്കും. അതിപ്പോൾ സ്പ്രേ പെയിൻ്റ് ആയിക്കോട്ടെ, അതുകൊണ്ട് ഇങ്ങനെ കംപ്രസർ ആയിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും അത് അതിൻ്റെ കറക്റ്റ് രീതിയിലുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ മേടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഓരോ വീട് കാണുമ്പോഴും നമ്മൾ അതിൻ്റെ ഒരു പെയിൻറ്റിങ്ങിന് ഒരു പാറ്റേൺ നമുക്ക് പറയാനുണ്ടാവണം. അതായത് ഓക്കെ, ഇന്ന രീതി, ഇന്നടത്ത് ഇന്ന പെയിൻറ്റ്, ഓക്കെ, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ടാകും ഓൾറെഡി വീട്ടുകാർക്ക്. ബട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു കാര്യം പ്രിഫർ ചെയ്യണം. അതായത് ആ ഒരു ഡിസൈൻ ഏറ്റവും ബെറ്ററായിട്ട് എങ്ങനെ വരാമെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. നമ്മുടേതിലുള്ള നല്ല രീതിയിലുള്ള കുറേ ഡിസൈൻസൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണം. അതായത് ഓരോ വീടിനും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പുള്ള പെയിൻറ്റിങ്ങുകളും ഇൻറ്റീരിയറൊക്കെ വരുമ്പോൾ അതൊരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആവും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കുറച്ച് പെയിൻറ്റിങ്ങൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെയ്യണം, നല്ല രീതിയിലുള്ള പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്ത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം നമ്മുടെ ഇപ്പം പോളിഷ് ചെയ്യുന്ന ആയിക്കോട്ടെ, പെയിൻ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ സൗണ്ട് പ്രൂഫിൻ്റെ പെയിൻ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ നമ്മുടെ ഇതിൽ വരണം. ഏത് തരത്തിലുള്ള പെയിൻറ്റിങ്ങും നമ്മുടെ കയ്യിലുണ്ടാവണം. ഓക്കെ, വീണ്ടും ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ബിൽഡിങ്ങുകളുടെ നമ്മളുടെ ഇതെല്ലാം നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിലും ഓൺലൈനിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതിന് ശേഷം ഇതൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ അത് പരമാവധിയൊക്കെ ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ പെയിൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ള ആൾക്കാർ നമ്മളെ കോൾ ചെയ്യും. ഇപ്പോൾ നമ്മുടെ കാര്യം തന്നെ ഓർക്കുക, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോ കാണുമ്പോൾ ഇത് കൊള്ളാമല്ലോ, ഇത് ആരാണിത് ചെയ്തതെന്ന് നമ്മൾ തന്നെ ഓർക്കും. സെയിം അങ്ങനെ തന്നെ ഇപ്പോൾ നമ്മൾ നമ്മളിങ്ങനൊന്നും പ്രതീക്ഷിക്കാണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക, അവിടെ ഇവിടെയൊക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ കാണിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓർഡർ തന്നെ നമുക്ക് വരും, പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ള. പിന്നെ നോർമലായിട്ട് നമ്മൾ നല്ല ഒരുമാതിരി പെയിൻറ്റ് വർക്കൊക്കെ ചെയ്യുക സ്റ്റാർട്ടാക്കി ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്തുള്ളിടത്തും അവിടെ നിന്നുള്ളതും ഇവിടെ നിന്നുള്ളതും ഒക്കെ വർക്കുകൾ കിട്ടും. അപ്പോൾ വർക്ക് കിട്ടുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ആദ്യം കുറച്ച് സമയം നമുക്ക് ടൈം കിട്ടണം. കാരണം സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മുഴുവൻ വർക്കുകൾ കിട്ടില്ല. ഫസ്റ്റ് ഒരു 6 മന്ത് നമ്മൾ കുറച്ച് കഷ്ടപ്പാടായിരിക്കും, വർക്കുകളൊന്നും ഉണ്ടാവില്ല. അതിന് ശേഷം പതുക്കെ എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വർക്കുകളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെയൊക്കെ ആ ക്വാളിറ്റി ആയിട്ടുള്ള ഇതിൻ്റെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഡിസ്പ്ലേ ചെയ്യണം, എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സംഭവം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. കാരണം നല്ല കോമ്പറ്റീഷനുള്ളൊരു മേഖലയാണ്. അപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എപ്പോഴും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നടക്കത്തുള്ളൂ. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവും, പക്ഷേ അതിനൊരു ക്വാളിറ്റി, ഒരു കോർഡിനേഷൻ സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ,
പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എവിടെ ഒരു വർക്കിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ കാണാം പലയിടത്തും പെയിൻ്റൊക്കെ ചെയ്യുമ്പം എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലയിടത്ത് മറ്റേ കയറയിലൊക്കെ കെട്ടിഞ്ഞാന്നും അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള രീതിയിലാണ് വർക്കുകൾ ചെയ്യും നമ്മൾ കണ്ടത്. പക്ഷെ നമ്മുടെ ഇതിൽ നമ്മുടെ വർക്കേഴ്സിനെ ഒരിക്കലും ഒരു റിസ്ക് ഫാക്ടറിയിൽ നമ്മൾ ഇടാൻ പാടില്ല. നമ്മുടെ കയ്യിൽ അത്യാവശ്യം അലുമിനിയം ആണെങ്കിലും GI ആണെങ്കിലും നല്ല കുറച്ച് സ്കഫോൾഡിങ്ങിൻ്റെ സെറ്റുകൾ ഉണ്ടാകണം. കാരണം ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ പ്ലാറ്റ്ഫോമും അത്യാവശ്യം അത് ഒരു പ്രാവശ്യം മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് പതുക്കെ ആദ്യം തന്നെ ഇതെല്ലാം മേടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പതുക്കെ വാങ്ങുക. അപ്പോൾ ഇതൊരു സംഭവങ്ങളുടെ സെറ്റുകളൊക്കെ നമ്മുടെ ഉണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ റൂഫിലൊക്കെ പെയിൻ്റൊക്കെ ചെയ്യുമ്പം ആൾക്കാർ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് ഒന്ന് വർക്ക് ചെയ്യുന്ന നമ്മൾ കാണാം. അതൊരിക്കലും ആലോചിച്ച് ചെയ്യാൻ പാടില്ല. കാരണം അത് ഒരാളുടെ ലൈഫാണ്. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് പലതരത്തിലുള്ള സേഫ്റ്റി ബെൽറ്റുകളൊക്കെ മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ അതിലൊരു നല്ലൊരു സേഫ്റ്റി ബെൽറ്റ് കുറച്ചെണ്ണം വാങ്ങുക. അതിനുശേഷം ഇപ്പോൾ ഹെൽമെറ്റ്, അപ്പോൾ നമ്മുടെ ഒരു സേഫ്റ്റി ഹെൽമെറ്റ് മേടിക്കുക. ഇതൊക്കെ വർക്കേഴ്സിന് കൊടുക്കുക. ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണം. നമ്മൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ടീമായിട്ടാണ് വർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. ഒരു വെറൈറ്റി. ഓക്കെ, അപ്പോൾ ഇത് അവർക്ക് കൊടുക്കുക. ചുമ്മാ സേഫ്റ്റി ബെൽറ്റ് മാത്രം ഇട്ടിട്ട് കാര്യമില്ല. ഇത് നല്ലൊരു ഒരു സ്ട്രോങ് എവിടെയെങ്കിലും ഹുക്ക് ചെയ്യണം സേഫ്റ്റി ബെൽറ്റ്. അപ്പോൾ അത് നമ്മുടെ ഒന്നെങ്കിൽ വയർ റോപ്പ് കിട്ടും, നല്ല നീളത്തിലുള്ള വയറിൻ്റെ കയർ, നല്ല സ്റ്റീൽ വയറുകൾ കിട്ടും. അത് വാങ്ങുക. അത് ഏതെങ്കിലും നല്ലൊരു സ്ട്രോങ് പോയിന്റിൽ എവിടെയെങ്കിലും കിട്ടിയിട്ട് അതിങ്ങനെ നീട്ടിയിട്ട് അതിലാണ് ബെൽറ്റ് ഹുക്ക് ചെയ്യേണ്ടത്. അതിൽ നല്ല കട്ടിയുള്ള വടം ഉണ്ടല്ലോ, വടം, അത് കെട്ടിയിട്ട് അതിൽ ബെൽറ്റ് ഹുക്ക് ചെയ്തിടുക. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആൾക്കാരുടെ സേഫ്റ്റിയും ഒക്കെയാണ്. നമുക്ക് നല്ല രീതിയിലുള്ള വർക്കുകൾ കിട്ടുകയും ചെയ്യും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതെല്ലാം ഞാൻ ജസ്റ്റ് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് നോക്കുക. ഇതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കുള്ള കമൻറ്റുകളൊക്കെ ഇടുക. അപ്പം പലർക്കും ഉപകാരമാകും ഓരോരോ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിയുമ്പം ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. അത് സ്വാഭാവികമായിട്ടും വരും. അപ്പം നമ്മളത് തരണം ചെയ്ത് പോയിട്ടാണ് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് നല്ലൊരു ആശയമാണ്. അതുകൊണ്ട് വലിയ ബിൽഡിങ്ങൊക്കെ പണിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സബ് കോൺട്രാക്ടറായിട്ട് പോയി നമുക്ക് പണിയെടുത്ത് നമുക്ക് ടീമിനെ വർദ്ധിപ്പിച്ച് നമുക്ക് ഓരോരോ ഏരിയയിൽ സബ് കോൺട്രാക്ടറെ നമുക്ക് വിട്ട് പണി ചെയ്യാൻ വേണ്ടി പറ്റും. അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇതിന് പുറത്തേക്കും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, നോക്കുക. ഓക്കെ, അപ്പോൾ കമൻറ്റുകളൊക്കെ ഇടുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും